മോന് പ്രമോഷനായി, മോക്ക് നല്ലൊരു ജോലിയായി. നല്ല മനസ്സിന് നല്ല സന്തോഷമുണ്ട്. ഫസ്റ്റിലത്തെ ഹോമം നടത്തിയപ്പോൾ തന്നെ എനിക്ക് ഈ സുദർശന യന്ത്രം എനിക്ക് കിട്ടി. ഞാനത് കൊണ്ടുവച്ചു. പക്ഷേ അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് എനർജി വീട്ടിൽ തന്നെ അനുഭവം ഉണ്ടാവുകയും ജോലിയില്ലാതെ വിസ അടിക്കാത്ത രീതിയിൽ തിരിച്ച് വന്നതാണ്. പക്ഷേ ഇപ്പം മോക്ക് എല്ലാം ജോലി, അക്കോമഡേഷൻ എല്ലാം ഉൾപ്പെടെ എല്ലാം ഞങ്ങൾക്ക് മാർച്ച് പോകാനായിട്ടുള്ള ഒരു അനുഭവം. കിട്ടാത്ത പൈസകൾ ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇതിൻ്റെ പിറകെ നടക്കുകയാണ്. എനിക്ക് കിട്ടി. അതിൻ്റെ എന്താണ് ഒരു പ്രാർത്ഥനയുടെ ഫലമാണ്. പൂജയിൽ പങ്കെടുത്തതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ശമ്പള കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് പെൻഡിങ് ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് സാലറി അത് 2 വട്ടമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു ഈ പൂജയിൽ വന്ന് പങ്കെടുത്തതിന് ശേഷം ഉണ്ടായൊരു മാറ്റമാണ്. മനമുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് മുന്നിൽ പ്രസാദിക്കുന്ന ഇടവ പനവട്ടത്ത് കളരി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ലക്ഷ്മി നരസിംഹ ഹോമം നടന്നു. മാലാകുലം ഭാതി വിശ്വസ്യായ ധനം ഭാത് ശന്തതകം ശിലാവിസ്തുലം പത്യാഘോഷതന്നിവം തസ്യാന്തേഷുരകം സൂക്ഷ്മം തസ്മിൻ സർവം പ്രതിഷ്ഠിതം തസ്യ മധ്യേ വണ്ണിശിഖ അണിയോർധ്വാ വ്യവസ്ഥിതഃ നീലഘോയത മധ്യസ്ഥ വിദ്യുല്ലേഖേ ഭവാസുര. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചകളിൽ നടക്കുന്ന ഹോമങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ലക്ഷ്മി നരസിംഹ ഹോമത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടുമെന്ന വിശ്വാസത്താൽ ധാരാളം ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. ലക്ഷ്മി നരസിംഹ ഹോമത്തിൽ പങ്കെടുത്ത് പ്രശ്നങ്ങളിൽ നിന്ന് മോചിതരായവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഭർത്താവ് കീബോർഡിസ്റ്റാണ്. അപ്പം പുള്ളിക്കാരന് കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന കീബോർഡ് അതിനേക്കാൾ ഉപരി ഒരു പുതിയ കീബോർഡ് ഉണ്ടാകണം. പുറത്തുള്ള പ്രോഗ്രാമിനൊക്കെ പോകാനായിട്ടുള്ള ഒരു അത് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഇവിടെ വന്ന് ഇത് 3ാമത്തെ ഹോമത്തിനാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഇതും കൂടെ കൂട്ടി 3ാമത്തത്. ഫസ്റ്റിലത്തെ ഹോമം നടത്തിയപ്പോൾ തന്നെ എനിക്ക് ഈ സുദർശന യന്ത്രം എനിക്ക് കിട്ടി. ഞാനത് കൊണ്ടുവച്ചു. പക്ഷേ അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് എനർജി വീട്ടിൽ തന്നെ അനുഭവം ഉണ്ടാവുകയും എൻ്റെ ഭർത്താവിന് ആ മാസത്തിൽ തന്നെ ഞങ്ങൾക്കൊരു പുതിയ കീബോർഡ്, ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് കീബോർഡ് മേടിക്കാനായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. വീട്ടിലത് കൊണ്ടും വന്നിട്ടുണ്ട്. 2ാമത് എൻ്റെ മോള് ദുബായിലായിരുന്നു. ജോലിയില്ലാതെ വിസ അടിക്കാത്ത രീതിയിൽ തിരിച്ച് വന്നതാണ്. പക്ഷേ ഇപ്പം മോക്ക് എല്ലാം ജോലി, അക്കോമഡേഷൻ എല്ലാം ഉൾപ്പെടെ എല്ലാം ഞങ്ങൾക്ക് മാർച്ച് പോകാനായിട്ടുള്ള ഒരു അനുഭവം. അത് എല്ലാം റെഡിയായി. അതും ഞങ്ങൾക്ക് എൻ്റെ വിശ്വാസം ഭഗവാന്റെ കാരുണ്യത്താൽ അതും കൂടി നടന്നു എന്നുള്ളതാണ്. ഇനി അത് മോക്ക് മാർച്ചിൽ പകുതിയോടുകൂടി മോള് പോകാനായിട്ടുള്ള ടിക്കറ്റ് എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അനുഭവം. എൻ്റെ അനുഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ 3ാമത്തെ പൂജയും പങ്കെടുത്ത് ഈ സുദർശന യന്ത്രം വീട്ടിൽ വാങ്ങിക്കൊണ്ട് വയ്ക്കുകയാണ്. അതിൻ്റെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അനുഭവം എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഭഗവാന്റെ കാരുണ്യം. എൻ്റെ പേര് ഇന്ദുകൃഷ്ണ എന്നാണ്. ഞാൻ വാമനൂര സ്കൂളിലെ അധ്യാപികയാണ്. ലക്ഷ്മി നരസിംഹ ഹോമം തുടങ്ങുന്ന ആദ്യ ദിവസം ഞാനിവിടെ ഒരു 101 തേങ്ങ അടിച്ചിരുന്നു. അത് ഒരു ആഗ്രഹം സാധിച്ചതിൻ്റെ പേരിലാണ്. അതെൻ്റെ മകൻ്റെ ആഗ്രഹമായിരുന്നു. എൻ്റെ മോൻ ജർമ്മൻ പോകാനായിട്ട് അവൻ പരീക്ഷയെല്ലാം പാസ്സായി. പക്ഷേ അവൻ്റെ പേപ്പർ വർക്കൊന്നും മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ പോറ്റി പറഞ്ഞു, ഒരു 7 ദിവസം മോൻ ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. മോൻ വന്ന് പ്രാർത്ഥിച്ചു. 5ാമത്തെ ദിവസം എൻ്റെ മോൻ്റെ പേപ്പർ വർക്ക്, അതായത് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ലാസ്റ്റ് ദിവസമാണ് അവൻ അപ്ലൈ ചെയ്യുന്നത്. ഓരോ പേപ്പർ ലേറ്റ് ആകുമ്പോഴും ഇവിടെ വരികയും ഇവിടെ പ്രാർത്ഥിക്കുകയും ചെയ്ത് അവൻ എങ്ങനെ പോകാൻ പറ്റിയെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന്, പ്രതീക്ഷിക്കുന്നതിന് മുന്നേ തന്നെ അവന് ജർമ്മനി പോകാൻ പറ്റി. അത് ഭയങ്കര ഭാഗ്യമാണ്. അവിടെ ചെന്ന് നിന്നിട്ട് പറഞ്ഞത്, എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ എന്നോട് പറയുന്ന, അമ്മ നരസിംഹമൂർത്തിക്ക് കൊണ്ടുവന്ന് 101 തേങ്ങ അടിക്കണം, ഇതെൻ്റെ നേർച്ചയാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ 2012 സർവീസിൽ കയറിയതാണ്. 2019 പുതിയ ശമ്പളം പോലും എനിക്കായില്ല. ഇപ്പം കഴിഞ്ഞ ആഴ്ച എനിക്ക് എൻ്റെ എല്ലാ അരിയറും എനിക്ക് കിട്ടി. എന്നുവെച്ചാൽ കിട്ടാത്ത പൈസകൾ ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇതിൻ്റെ പിറകെ നടക്കുകയാണ്. എനിക്ക് കിട്ടി. അതിൻ്റെ
ഇതാണ് ഒരു പ്രാർത്ഥനയുടെ ഫലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ തന്നെ വരാൻ കാര്യം സ്വപ്നത്തിലൂടെ വന്നതാണ്. എന്നുവെച്ചാൽ എനിക്ക് അമ്പലം അറിയത്തില്ലായിരുന്നു. ഒരു അങ്ങനെ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സ്വപ്നത്തിലൊക്കെ കാണിക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഭഗവാനെ സ്വപ്നത്തിൽ കാണിച്ചു നരസിംഹസ്വാമി. അന്ന് രാവിലെ തന്നെ ഞാൻ ആദ്യമായിട്ട് വരാം. അപ്പം ഇവിടെ അമ്പലം ഉണ്ടെന്നറിയാം, പക്ഷേ ഞാൻ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഭഗവാനെ തൊഴുമ്പോൾ എൻ്റെ കണ്ണിന്നങ്ങ് കണ്ണുനീര് കൂടെ വീഴും. എനിക്ക് എന്തെന്ന് അറിയാൻ വയ്യ ആ സ്വപ്നത്തിലൂടെ. അങ്ങനെ വന്ന് തിരുമേനത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ തിരുമേനി പറഞ്ഞു വിഷമിക്കേണ്ട, ഭഗവാന്റെ കടാക്ഷം ഉള്ളതുകൊണ്ടാണ് ഭഗവാൻ സ്വപ്നത്തിൽ കാണിച്ചത്. അപ്പോൾ എനിക്കൊരു ഭയമായിരുന്നു, ഇനി നരസിംഹസ്വാമി സ്വപ്നത്തിൽ കണ്ടാൽ വല്ലതോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറഞ്ഞില്ല, നല്ലതാ, അങ്ങനെയൊന്നും ഭഗവാൻ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ സ്വപ്നത്തിൽ കാണിക്കത്തില്ല. അങ്ങനെ വന്ന് തൊഴുതു. അപ്പം പറഞ്ഞു ഇനി മാസത്തിൽ ലാസ്റ്റ് ഞായറാഴ്ച പൂജയുണ്ട്, അപ്പോൾ അതിൽ വന്ന് പങ്കെടുക്കണം, നല്ലതാണ്, അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായാലും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് പോയി. അടുത്ത മാസം എനിക്ക് ആ പൂജയിൽ പങ്കെടുക്കാൻ ഭാഗ്യം തരണേ, ഒരു തടസ്സങ്ങളും വരരുതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആ മാസത്തിൻ്റെ പൂജയ്ക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റി. പൂജയിൽ പങ്കെടുത്തതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ശമ്പള കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് പെൻഡിങ് ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് സാലറി അത് 2 വട്ടമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു ഈ പൂജയിൽ വന്ന് പങ്കെടുത്തതിന് ശേഷം ഉണ്ടായൊരു മാറ്റമുണ്ട്. അപ്പോൾ അത് ആ ഭഗവാന്റെ ഒരു കടാക്ഷമായിട്ട് ഞാൻ കരുതുന്നു. ലക്ഷ്മി നരസിംഹ ഹോമത്തിൽ പങ്കെടുത്ത് ആഗ്രഹ സഫലീകരണത്തിനായി വിദൂര ദേശങ്ങളിൽ നിന്നുള്ള ഭക്തരും ഇവിടേക്കെത്തുന്നു. ന്യൂസ് ഡയറി കേരളം, വർക്കല.